ഹായ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണത് വൈ റിലീജിയസ് ഡേയ്സ് ആർ അല്ലെങ്കിൽ റിലീജിയസ് ഫെസ്റ്റിവൽസ് ആർ നാഷണൽ ഹോളിഡേയ്സ്. ഓക്കെ, നമുക്ക് എപ്പോഴും റിലീജിയസ് ഫെസ്റ്റിവൽസ് നാഷണൽ ഹോളിഡേയ്സ് ആയിട്ട് അലൗഡാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അലോ ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ കൺസെപ്റ്റാണ് ഞാൻ പറയാൻ പോണത്. ഓക്കെ, എല്ലാവർക്കും അറിയാം ഇന്ത്യയെ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഇന്ത്യയെ ഒരു സെക്യുലർ കൺട്രിയാണ്. അതായത് ഇന്ത്യയിലൊരു ഇന്ന മതമാണ് ഇന്ത്യയുടെ മതം എന്നല്ലെങ്കിൽ ഇന്ന മതത്തിനെ ഒരു പർട്ടിക്കുലർ റിലീജിയനെ ഇന്ത്യ ഫോളോ ചെയ്യണമില്ല, ഏതൊരു പർട്ടിക്കുലർ റിലീജിയൻ ഇന്ത്യ എതിർക്കണമില്ല, ഒന്നിനും ഫേവറും ചെയ്യില്ല, ഒന്നിനും എതിർക്കണമില്ല. ഇന്ത്യ ഓപ്പൺ ടു എവറി റിലീജിയൻ എന്ന ലെവലാണ്. എല്ലാ റിലീജിയനോടും ഇന്ത്യയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തുല്യമായിട്ടാണ്. ഒരു റിലീജിയനും ഹയറായിട്ടോ ഒരു റിലീജിയനും ലെസ്സറായിട്ടോ ഇന്ത്യയിൽ ഇല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അങ്ങനെയാണ്. ഇന്ത്യൻ പീപ്പിൾസിന് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുമായിരിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു റിലീജിയൻ വലുതും ഒരു റിലീജിയൻ ചെറുതും എന്നല്ല. ഒരു റിലീജിയനോടും ഒരു താല്പര്യമില്ല, എന്നാൽ ഒരു റിലീജിയനോടും ഒരു താല്പര്യക്കേടുമില്ല. ഒരു ഈക്വൽ ഡിസ്റ്റൻസാണ് എല്ലാ റിലീജിയനോടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കീപ്പ് ചെയ്യണം. ഈവൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളും ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഓക്കെ, അതായത് എല്ലാത്തിനോടും തുല്യമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് നിലനിർത്തപ്പെടുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, അതായത് ഒരു റിലീജിയൻ ഇല്ലാതാകാനും പറ്റില്ല, എന്നാൽ ഉള്ള എഫേർട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല, എന്നാൽ ഇല്ലാതാകാനുള്ള എഫേർട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് പീപ്പിൾസിൻ്റെ ഇൻട്രസ്റ്റാണ്. ഓക്കെ, പീപ്പിൾസിൻ്റെ ഇൻട്രസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ പൂർണ്ണമായ എബിലിറ്റിയിലൂടെ എനിക്ക് റിലീജിയൻ വേണ്ട എന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ വേണ്ടെന്ന് വെച്ചോളൂ. ഒരു വ്യക്തി അയാളുടെ പൂർണ്ണമായ എബിലിറ്റിയിലൂടെ എനിക്ക് റിലീജിയൻ വേണമെന്നുണ്ടെങ്കിൽ വേണം വെച്ചോളൂ. ഇതൊരിക്കലും മറ്റൊരു ഔട്ട്സൈഡ് ഫോഴ്സിൻ്റെ ബേസിൽ ഒരു വ്യക്തി അയാളുടെ റിലീജിയസ് തോട്ട്സ് ഡിസൈഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോകരുത് എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്യൂട്ടി. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു റിലീജിയൻ ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലീജിയൻ അടുത്ത ജനറലിലേക്ക് പാസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടണം. അതായത് മറ്റുള്ള ഒരു ജനറേഷനിലേക്ക് അത് പാസ് ചെയ്ത് കൊടുക്കണം. പാസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെട്ടില്ല എന്നെങ്കിൽ ആ റിലീജിയൻ ഇല്ലാതെയാവും ഓരോ ടൈം. ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ശ്രീലങ്കൻ ക്രിക്കറ്റ് വൺസ് അപ്പോൺ എ ടൈം ഒരു ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ക്രിക്കറ്റ് ടീമായിരുന്നു. പിന്നീട് ഒരു നെക്സ്റ്റ് ജനറേഷൻ അവിടെ ബെറ്ററായി ആകാത്തതുകൊണ്ട് ആ ക്രിക്കറ്റിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. ഓക്കെ, അപ്പോൾ ഏതൊരു കാര്യം നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് അതിന് നിലനിൽപ്പുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകണം. ആ സാഹചര്യം ഒരിക്കലും ഇല്ലാതാക്കരുത്. ഓക്കെ, അതായത് അത് ഒരിക്കലും ഒരു ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടാതെ ഒരു റിലീജിയൻ ഇല്ലാതാക്കാനുള്ള ഒരു സാഹചര്യം ഒരു ഗവൺമെൻറ് ഏജൻസീസ് ഓർ എനിത്തിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസീസ് പോലും അത് ചെയ്യരുത്. എന്നാൽ പ്രൈവറ്റ് ഏജൻസി അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹൗ ടു ബാൻ ദം, അല്ലെങ്കിൽ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഓക്കെ, പീപ്പിൾസ് ചെയ്യുകയാണെങ്കിൽ പോലും അവരെ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഡയറക്റ്റായി ചെയ്യാം. ഡയറക്റ്റായി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ റിലീജിയസിനെ ഇല്ലാതാക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ചെയ്യാതെ അങ്ങനെ, അല്ലെങ്കിൽ റിലീജിയസിന് കൂടുതൽ ഫേവറേറ്റ്സ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഫേവറേറ്റ്സ്. ഇത് ഡയറക്റ്റായി ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ പൂർണ്ണമായ അക്കൗണ്ടബിലിറ്റി വരും. പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്ക് മറ്റൊരാൾക്ക് നമ്മളെ ചോദ്യം ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇന്നത് ചെയ്യുന്നു എന്ന രീതിയിൽ. ഇത് ഡയറക്റ്റായി ചെയ്യുന്ന രീതിയാണ്. ഡയറക്റ്റായിട്ട് ഇന്ത്യയിൽ അലൗഡ് അല്ല ഇത്. ഓക്കെ, ഒരു കാര്യം, അതായത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ തളർത്താനോ ശ്രമിക്കുന്ന ഒരു എഫേർട്ട് ഇന്ത്യയിൽ അലൗഡ് അല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇറ്റ്സ് നോട്ട് അലൗഡ് ബൈ എനി ഗവൺമെൻറ് ഏജൻസീസ്. ഓക്കെ, അലൗഡ് അല്ല. പക്ഷേ ഇൻഡയറക്റ്റ്ലി ഇറ്റ്സ് നോട്ട് അലൗഡ്. നമുക്ക് ഇൻഡയറക്റ്റായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊരു ഇൻഡയറക്റ്റായിട്ട് ഒരു കാര്യത്തെ എങ്ങനെ ഇല്ലാതാക്കുക? ആ ഒരു കാര്യം നിലനിൽക്കാനുണ്ടാകുന്ന സാഹചര്യത്തെ നമ്മൾ ഇല്ലാതാക്കുക. ഓക്കെ, ആ സാഹചര്യം നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അത് ഇല്ലാതാവും. പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് അതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല. ഓക്കെ, ഡയറക്റ്റായി ഇൻവോൾവ് ചെയ്യാതെ ഒരു കാര്യം നിലനിൽക്കുന്ന അവസ്ഥയെ നമ്മൾ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ നമ്മൾ ഇല്ലാതാക്കണം. ആ സാഹചര്യം മാത്രം ഇല്ലാതാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ആ കാര്യം ഇല്ലാതാകണം. ഈ റിലീജിയസ് ഫെസ്റ്റിവൽസിലൂടെയാണ് ഒരു റിലീജിയൻ നിലനിന്ന് പോകുന്നത്. ഓക്കെ, ഒരു റിലീജിയസ് ഫെസ്റ്റിവൽസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റൊരു ജനറേഷൻ ആ റിലീജിയനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാനും അതിൻ്റെ പാസ്റ്റ് അറിയാനും. ഒരു ഫെസ്റ്റിവൽ വരുമ്പോഴാണ് അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി എന്താണ് റിലീജിയനായിട്ട് കണക്ഷൻ ഉള്ളത്, എന്താണ്, അല്ലെങ്കിൽ ഒരു ജനറേഷൻ ഒരു റിലീജിയൻ്റെ ആ ഒരു ഇത് അറിയുന്നത് തന്നെ ആ ഒരു രീതി കൂടെയാണ്. അല്ലാന്നുണ്ടെങ്കിലും ഇപ്പോൾ എവറി ഡേ എല്ലാ ദിവസവും ഓരോരുത്തരും ഓരോ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്ത് പോകുന്നു. അതിൻ്റെ ഇടയിൽ ആൾക്കാർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൺസേൺ ഉണ്ടാകും. ഇങ്ങനെ ചെറിയൊരു ഇടയിലൊരു ബ്രേക്ക് കിട്ടുമ്പോഴും ആ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി ആ ഒരു റിലീജിയനെ കുറിച്ച് കൂടുതൽ അറിയാം, അല്ലെങ്കിൽ ആ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു സാധ്യതയുണ്ടാണ്. ആ സാധ്യതകൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കായി അടുത്ത് വരുന്ന ജനറേഷൻ ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ബോധോടും ആയിക്കില്ല. ഓട്ടോമാറ്റിക്കലി ഇന്ത്യയിൽ നിന്ന് ഒരു റിലീജിയൻ എന്നുള്ളൊരു കൺസെപ്റ്റ് എടുത്ത് കളയും. ഓക്കെ, അതൊരിക്കലും ഒരു പേഴ്സൺ അയാളുടെ ഫുൾ എബിലിറ്റിയിൽ അല്ലെങ്കിൽ ഫുൾ തിങ്കിങ്ങിലൂടെ ചിന്തിച്ച്
മാറിപ്പോയത്, അയാൾ അറിയാതെ തന്നെ ആ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥ ആയിരിക്കില്ല. എപ്പോഴും ഇന്ത്യയിലെ ഒരു വ്യക്തി എനിക്ക് റിലീജിയൻ വേണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന അയാളുടെ ഫുൾ എബിലിറ്റിയിൽ, അല്ലെങ്കിൽ ഫുൾ നോളജിലും ഫുൾ അറിവിലൂടെയും ഫുൾ എക്സ്പീരിയൻസിലൂടെയും അയാളുടെ ബെറ്റർ ബ്രെയിൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്കിത് വേണ്ട എന്നൊരു ആ ലെവലിൽ നിന്ന് മാത്രമേ അയാൾക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ അയാൾ ചൂസ് ചെയ്യണ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എനിക്കിത് വേണം എന്ന് പറഞ്ഞു. ഓക്കെ, ഈവൻ ഫോഴ്സ്ഡ്, നമ്മളൊരു കാര്യം ഫോഴ്സ്ഡ് ചൂസ് എന്നൊക്കെ പറയും. നമ്മളത് നിർബന്ധിക്കപ്പെടുക, ഒരു കാര്യം ചെയ്യാനും അല്ലെങ്കിൽ ഒരു കാര്യം ചൂസ് ചെയ്യപ്പെടാൻ നിർബന്ധം, അങ്ങനെ ഒരു അവസ്ഥയും വരരുത്. ഓക്കെ, ഇപ്പോൾ വിട്ടുപോകാനും അവസ്ഥ ഉണ്ടാകരുത്, അല്ലെങ്കിൽ ചൂസ് ചെയ്യാനും അവസ്ഥയാണ്. ഈ രണ്ടവസ്ഥയും വരുത്താതെ നോക്കുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ഫെസ്റ്റിവൽസ് നമുക്ക് നാഷണൽ ഹോളിഡേയ്സ് ആയി കൊടുക്കുന്ന സമയത്താണ് ഓട്ടോമാറ്റിക് ഒരു നെക്സ്റ്റ് ജനറേഷൻ ശരി അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർക്ക് അത് ഡിസൈഡ് ചെയ്യാം ഇത് വേണോ വേണ്ടിയോ എന്ന്. ഓക്കെ, ആ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഓപ്പൺ ആക്കി വെക്കുകയാണ്. അല്ലാതെ അത് ഓപ്പൺ അല്ലാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ അവരറിയാതെ തന്നെ ചിലപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇപ്പം നമ്മളൊരു റിലീജിയൻ ഓട്ടോമാറ്റിക് ഇല്ലാതെയാവും അവിടെ നിന്ന്. ഓക്കെ, അത് ഡയറക്റ്റായിട്ടല്ല ചെയ്യണത്, ഇൻഡയറക്റ്റായിട്ട്.